എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 1201 ആണ്ട് ചിങ്ങമാസം 28 ശനിയാഴ്ച. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ നമുക്ക് ഫലം എന്ന് നോക്കാം. ശനിയാഴ്ചത്തെ പ്രാധാന്യമൊക്കെ അറിയുന്ന ശനി ഭഗവാനാണ്, അല്ലെങ്കിൽ ശനി എന്ന് പറയുന്ന പ്ലാനറ്റിനാണ് ഇന്ന് പ്രാധാന്യം. ശനിയുടെ മൂലമന്ത്രമാണ് ശനൈഹി ചരഹ എന്ന് പറയുന്ന ശനിയുടെ മൂലമന്ത്രമാണ് ഓം ശം ശനൈശ്ചരായ നമഃ. അപ്പോൾ ശനിദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാശിഫലം നോക്കാം. ആദ്യം നമുക്ക് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം, അല്ലെങ്കിൽ മേടക്കൂറുകാരുടെ ഫലം നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ നേരിടുമെങ്കിലും വൈകുന്നേരത്തോടുകൂടി അത് പ്രാവർത്തികമാകും എന്ന് ഉറപ്പ് കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾക്കൊക്കെ ചെറിയ ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. പുതിയ ചികിത്സാ സമ്പ്രദായം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒത്തുവരുന്നതാണ്. എന്നാൽ ശനിയാഴ്ച രോഗചികിത്സ ആരംഭിക്കുന്നത് നല്ലതല്ല. ശനിയും ബുധനുമാണ് രോഗചികിത്സയ്ക്ക് നല്ലതല്ലാത്ത ദിവസം. എന്നാൽ വിദ്യാരംഭം കുറിക്കുന്നതിന് ശനി ഏറ്റവും നല്ല ഒരു ദിവസമായി കണക്കാക്കപ്പെടുന്നു. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ നിരാശാവഹമായൊരു ദിവസമായിരിക്കും. വളരെ വിപരീതമായ ഒരു ഫലമാണ് കണ്ടുവരുന്നത്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര തന്നെ ദോഷകരമല്ലാത്ത വരുമാനം ലഭിക്കുന്ന ഒരു ദിവസമാണ്. വൈകുന്നേരത്തോടുകൂടി കുറച്ചുകൂടി ഊർജ്ജസ്വലമായി കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതാണ്. കലാസാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഗുണകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. മറ്റു ചില തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അധികാര പദവിയിലിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസം തന്നെ ആണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നിശ്ചയിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു മറുപടി ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ വളരെ ഉത്സാഹത്തോടു കൂടി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും തടസ്സം കൂടാതെ മുൻപോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞു വരുന്നതാണ്. സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഈ വല്ല ഒരു മാനസികാവസ്ഥ ശരിയല്ലാത്തവർക്കും അതേപോലെ ശാരീരികമായി ദുരിതം അനുഭവിക്കുന്നവർക്കുമൊക്കെ കുറച്ച് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. വലിയ പ്ലാനുകളൊക്കെ, വീട് പണിയാൻ അല്ലെങ്കിൽ ഗ്രഹം ഓടി പിടിപ്പിക്കാൻ അല്ലെങ്കിൽ വീട് വാങ്ങാൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുഗ്രഹപ്രദമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു. വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അലസതയും മടിയും എല്ലാം വെടിഞ്ഞ് ഏതെങ്കിലും വൈദ്യസഹായം തേടിയില്ലെങ്കിൽ അസുഖം നീണ്ടു നിൽക്കുന്നതായി കാണുന്നു. കാരണം ശനിയാഴ്ച ദിവസം തുടങ്ങുന്ന അസുഖങ്ങളെല്ലാം നീണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ശനിയാഴ്ച ദിവസം രോഗചികിത്സയ്ക്ക് നല്ലതല്ല എന്ന് പറയുന്നത്. ബുധനാഴ്ചയും ഒട്ടും തന്നെ നല്ലതല്ല. അതുകൊണ്ട് ഇന്ന് അസുഖം സ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. നാളത്തേക്കായ കുറച്ചുകൂടി നല്ലത്. സാമ്പത്തികമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായ ഏതെങ്കിലും രീതിയിലുള്ള ഇടപാടുകൾ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അതേപോലെ ദീർഘയാത്രയ്ക്ക് ആരംഭിക്കുന്നവർക്ക്, അത് സംബന്ധിച്ച് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. ശാന്തത ആഗ്രഹിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ പിൽഗ്രിമേജുകളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. പ്രതീക്ഷിച്ചിരിക്കാത്ത ലാഭങ്ങളും പ്രതീക്ഷിച്ചിരിക്കാത്ത ചില ഭയം ഉണ്ടാക്കുന്ന സംഭവങ്ങളുമൊക്കെ
ഇന്ന് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഏതായാലും എല്ലാത്തിനും പരിഹാരം ഈശ്വര പ്രാർത്ഥനയാണ്. പരമാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥന എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് തരുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ ഉള്ളത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ച്, സന്താനങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ കാണുന്നു, ചില തടസ്സങ്ങൾ ഉള്ളതായി കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് ചില കലഹങ്ങളിലേർപ്പെട്ട് മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആത്മനിയന്ത്രണം പാലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, അതുപോലെ നിയമപരമായ ജോലിയിലേർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കും പ്രതികൂലമായൊരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അതേപോലെ ദീർഘയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് എല്ലാം തന്നെ വളരെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ വരുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ചില ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആയുധം കൊണ്ടുള്ള ജോലി അല്ലെങ്കിൽ ടൂൾസ് ഉപയോഗിച്ചുള്ള, ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ജോലി, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ചില ചെറിയ മുറിവുകൾ, ചതവുകൾ, ഒടിവുകളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ ഇന്നത്തെ ദിവസം താരതമ്യേന ഗുണകരമായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തമായി ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. പഴയ ദിവസങ്ങളിലേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായ ചില അനുഭവങ്ങൾ ഇന്ന് വന്നേക്കാം. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. കുടുംബത്തിൽ കലഹം ഉണ്ടെങ്കിൽ, കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മനപ്രയാസമുണ്ടാക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ ഇന്ന് പരിഹരിക്കപ്പെടുന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോയാൽ വളരെ ലാഭം കൊയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചും ഗുണകരമായൊരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അതേപോലെ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം കുറച്ച് അനുകൂലമായി കാണുന്നു. ദീർഘമായ പരിപാടികളിൽ ഏർപ്പെടുന്നവർക്ക്, അതായത് വിദൂര ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഉതകുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്നാൽ ഉറ്റവരിൽ ചിലർക്ക് ചില ആപത്തുകൾ വന്ന് മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നതെങ്കിലും വൈകുന്നേരത്തോടുകൂടി അപ്രതീക്ഷിതമായ ചില വ്യസനം, മനപ്രയാസം ഒക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സംസാരത്തിലൂടെ ഉണ്ടാകുന്ന കലഹങ്ങളോ അല്ലെങ്കിൽ വസ്തു ഇടപാടുകളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളോ സ്വന്തക്കാരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളോ ഒക്കെയാണ് വന്നു ചേരാനായിട്ട് സാധ്യത. മുൻകാലങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ചില കേസുകൾ, വഴക്കുകളൊക്കെ പ്രതികൂലമായേക്കാം എന്നൊരാശങ്കയും വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി എല്ലാത്തിനും ഒരു ശമനമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. എന്നാൽ പ്രത്യേകിച്ചും യൂണിഫോം ഇട്ട ജോലികളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. യാത്ര പുറപ്പെടാൻ ഇരിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ വന്ന് ഭവിച്ചേക്കാം. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. കുറച്ച് നാളായി ആഗ്രഹിക്കുന്ന വിവാഹം അല്ലെങ്കിൽ
വിവാഹത്തിനുള്ള അനുമതി ലഭിക്കലൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പ്രതികൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പിൽക്കാലത്ത് അതിനൊരു തീരുമാനമുണ്ടാകാനുള്ള സൂചനയും ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ ചില അപ്രതീക്ഷിതമായ വ്യക്തികളുടെ ഇടപെടൽ മൂലം ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസമാണ്. വളരെ ശ്രദ്ധയോടുകൂടി പുതിയ ബന്ധങ്ങളെയും പുതിയ കൂട്ടുകെട്ടുകളെയും കാണേണ്ടതാണ്. അനാവശ്യമായ കാര്യങ്ങളിൽ ചെന്നുപെടാനും അനാവശ്യമായ പ്രവർത്തികളിൽ ഏർപ്പെടാനുമൊക്കെ പ്രേരണ വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതൊഴിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ശുഭകരമായൊരു ദിവസമാണ്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സാധാരണ എല്ലാ ജോലിയും ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ക്ഷേത്ര ദർശനത്തിനും പുണ്യക്ഷേത്ര ദർശനത്തിനും അതേപോലെ പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലിരിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. യാത്രാ തടസ്സങ്ങളുള്ളതൊക്കെ മാറിക്കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശയാത്രയ്ക്കോ വിദേശ ജോലിക്കോ ഒക്കെ ശ്രമിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. വളരെ ദിവസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക സംഘർഷങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നേക്കാം. ഇന്നത്തെ ദിവസം ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ദിവസമാണ്. ഇന്ന് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയും ബുദ്ധിപരമായും ആലോചിച്ച് എടുക്കേണ്ട തീരുമാനങ്ങളാണ് എന്ന് കാണുന്നു. ഗൃഹം നിർമ്മിതിക്കോ അല്ലെങ്കിൽ വീട് വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്. തൊഴിൽപരമായ അഭിവൃദ്ധിക്ക് പുറമെ സാമ്പത്തികമായ അഭിവൃദ്ധിയും കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരിക്കുന്ന ആകാംക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠയൊക്കെ ഒരുവിധം പരിഹാരം കണ്ടെത്തുന്നതാണ്. എന്നാൽ വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടുകൂടിയും ഭക്തിയോടുകൂടിയും മുൻപോട്ട് പോകേണ്ടതാണ്. ചില പ്രധാന കാര്യങ്ങൾ നമുക്ക് മുടക്കം വരുന്നതായും കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് ധനുക്കൂറിലെ രാശി ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക്, ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ കണ്ടകശനിയുടെ ചില ദോഷഫലങ്ങൾ ഉള്ളതുകൊണ്ട് വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെയധികം ദോഷകരമായി ഒന്നും കാണുന്നില്ല. അടുത്തതായി അവരുടെ ചില സാമ്പത്തിക ഇടപാടുകളിൽ വരുന്ന മാറ്റങ്ങൾ പരിശോധിക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ അവർക്ക് കിട്ടാനുള്ള പണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇന്ന് കൈവരുന്നതാണ്. കടം കൊടുക്കാതിരിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇന്ന് കടം കൊടുക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കില്ല. വളരെ വിശ്വസിക്കാവുന്ന ആളുകൾ പോലും ചതിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ഇന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും എല്ലാം വളരെ അനുകൂലമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറിലെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. വളരെ നാൾ പ്രതീക്ഷിച്ചിരുന്ന വിവാഹാധികാരികൾക്ക് തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ഇന്ന് വളരെയധികം സംഘർഷങ്ങൾ അനുഭവിക്കേണ്ട ഒരു ദിവസമായി കാണുന്നു. അതേപോലെ പ്രതീക്ഷിച്ചിരുന്ന പല അനുഭവങ്ങളും യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇല്ലാത്ത രീതിയിൽ വന്നു ഭവിക്കാനായിട്ട് സാധ്യത ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുൻപോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇന്നത്തെ ദിവസം പ്രതികൂലമായി തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം പൊതുവിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രതികൂലമായി കാണുന്നു. ഒരുപാട് നാളായി ആലോചിച്ചിരുന്ന ഗൃഹനിർമ്മാണം
അല്ലെങ്കിൽ വസ്തു വാങ്ങൽ ഇതിനൊക്കെ ഒരു ആശ്വാസകരമായ മറുപടി ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാലി. ഈ കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ സമാധാനപരമായ ഒരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മേലധികാരികളിൽ നിന്ന് ചില ശകാരങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നു ഭവിക്കാനും വൈകുന്നേരത്തോടു കൂടി അതൊക്കെ പരിഹരിക്കാനും സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. വളരെ ഭക്തിയോടും ഈശ്വരവിശ്വാസത്തോടും കൂടി മുൻപോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കുമെന്ന്. അവരവരുടെ വിശ്വാസമനുസരിച്ച് അവരവരുടെ ആചാരങ്ങളനുസരിച്ച് ഈശ്വര പ്രാർത്ഥന നടത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ തന്നെ നിയമപരമായ ജോലികൾ കൈകാര്യം ചെയ്യുന്നവർക്കും അധികാരമുള്ള ജോലികൾ കൈകാര്യം ചെയ്യുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. പ്രതീക്ഷകൾ പലതും നടന്നേക്കാൻ സാധ്യത ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും പല പരിപാടികളും നമ്മൾ വളരെ തന്മയത്വത്തോടു കൂടി ആലോചിച്ചൊക്കെ ചെയ്താൽ വളരെ ശുഭകരമായ മറുപടി ലഭിക്കുന്നതാണ്. കലഹത്തിന് സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് കലഹമെല്ലാം ഒഴിവാക്കാൻ വളരെ അധികം ശ്രദ്ധിക്കണം. കുടുംബാന്തരീക്ഷം കലുഷിതമാകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. പൂരിട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഇന്നത്തെ ഫലം വളരെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷയ്ക്ക് ഒരു പരിഹാരം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. സാമ്പത്തികമായി ചില വരുമാനങ്ങൾ വന്നു ചേരുന്നതോ അല്ലെങ്കിൽ സഹായഹസ്തങ്ങൾ വന്നു ചേരുന്ന ദിവസമായിരിക്കും. ഗ്രഹം വാങ്ങാനോ പുതുക്കി പണിയാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ പല മറുപടികൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് ഒരു വലിയ പ്രതീക്ഷ കൈവരുന്ന ഒരു ദിവസമായിരിക്കും. പുതിയ മേഖലകളിൽ സംരംഭം കുറിക്കാൻ അല്ലെങ്കിൽ ആരംഭം കുറിക്കാൻ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ യാത്ര കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. വളരെ നാളായി നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പൂർത്തിയാക്കാനായിട്ടുള്ള സാധ്യതയും ഇന്നത്തെ ദിവസം കാണുന്നു. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ കുറേ നാളുകളായി കിടപ്പിലായിരിക്കുന്ന രോഗികൾക്കൊക്കെ അത്ര തന്നെ ഗുണകരമായ ഒരു അവസ്ഥയല്ല കാണുന്നത്. രോഗം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളിൽ ചിലർക്ക് രോഗാസ്വാസ്ഥ്യങ്ങൾ മൂലം മനക്ലേശമുണ്ടാകാനുമുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നു. എല്ലാത്തിനും ഈശ്വരാധീനം ഉണ്ടായാൽ എല്ലാത്തിനും ഒരു പരിഹാരമാണ്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ദിവസം തുടങ്ങുക. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായും വലിയ സംഘർഷങ്ങളില്ലാതെയും പൂർത്തിയാക്കാനായി ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.